മലയാളം കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഭാഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം അത് ഹിന്ദിയല്ല ഇംഗ്ലീഷ് തന്നെയാണ്. എന്നാൽ ഇന്ത്യയിൽ എവിടെയും നമുക്ക് സഞ്ചരിക്കുന്നതിന് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ഏറ്റവും നന്നായിട്ട് അറിയേണ്ടത് ഹിന്ദിയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഒരു ഇംഗ്ലീഷ് വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തതിനാൽ അതിന് തുല്യമായിട്ടുള്ള ഒട്ടനവധി ഹിന്ദി വാക്കുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഇത് മാത്രമല്ല മറ്റ് നമുക്ക് ഉപകാരപ്രദമായുള്ള ധാരാളം ഫീച്ചറുകളും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുപോകുക. ഇതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. തൽക്കാലം ഇത് ഐഫോൺ ഉപഭോക്താക്കൾക്ക് ലഭ്യമല്ല. എന്തായാലും തീർച്ചയായും കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നും പ്ലേ സ്റ്റോറിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസാണ് നമുക്ക് ഇതുപോലെ കാണാനാവുക. ഡിക്ഷണറി, വോയിസ്, ട്രാൻസ്ലേറ്റർ, ഗാലറി, ക്യാമറ, ഹിസ്റ്ററി എന്നിങ്ങനെ 6 ബട്ടണുകൾ ഇവിടെയുണ്ട്. ഡിക്ഷണറി എന്നത് അമർത്തിയ ശേഷം വരുന്ന സ്ക്രീനിൽ മുകളിലായി ഇംഗ്ലീഷിലുള്ള ഒരു വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൽക്ഷണം താഴെ സജഷൻസ് വരും. അതിൽ നിന്നും ആ ഒരു വാക്ക് സെലക്ട് ചെയ്താൽ ഇതുപോലെ സ്ക്രീനിലായിട്ട് ആ ഇംഗ്ലീഷ് വാക്കും മറ്റൊരു ടാബിൽ ഹിന്ദി എന്നതിന് താഴെയായിട്ട് ആ ഒരു ഇംഗ്ലീഷ് വാക്കിന്റെ തുല്യമായിട്ടുള്ള ഹിന്ദി വാക്കും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും വിശദമായിട്ട് അറിയാനാകും. ഇനി രണ്ടാമത്തെ ഓപ്ഷനായ വോയിസ് എന്നത് സെലക്ട് ചെയ്താൽ ഇതുപോലെ ഇംഗ്ലീഷ് എന്നും ഹിന്ദി എന്നും 2 ബട്ടണും അതിനടുത്തായിട്ട് മൈക്കുകളുടെ ഐക്കണും കാണാം. ഇംഗ്ലീഷ് എന്നതിന് സമീപമുള്ള മൈക്ക് സിമ്പിൾ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയ പോപ്പപ്പ് വിൻഡോ വരും. ആ സമയത്ത് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ഉടൻ തന്നെ ആ വാക്യവും അതിന്റെ ഹിന്ദി തർജ്ജിമയും ഇതുപോലെ കാണാനാകും. മൂന്നാമത്തെ ഓപ്ഷനായ ട്രാൻസ്ലേറ്റർ എന്നത് സെലക്ട് ചെയ്താൽ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും കാണുക. ഇവിടെ മുകളിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ താഴെയുള്ള ട്രാൻസ്ലേറ്റർ എന്നത് അമർത്തുമ്പോൾ അതിന്റെ ഹിന്ദി പരിഭാഷ താഴെയായിട്ട് കാണാനാകും. ആവശ്യമെങ്കിൽ മറ്റു ഭാഷകളിൽ നിന്നും നമുക്ക് പരസ്പരം തർജ്ജിമ ചെയ്യാനും സാധിക്കും. നാലാമത്തെ ഓപ്ഷനായ ഗാലറി എന്നത് സെലക്ട് ചെയ്ത് ഗാലറി കിടക്കുന്ന ഒരു ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്ത് അതിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഒരു ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ വാക്കുകൾ ഇതുപോലെ ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് കാണാനാകും. താഴെയുള്ള ട്രാൻസ്ലേറ്റ് എന്നത് അമർത്തി കഴിഞ്ഞാൽ ആ സമയം തന്നെ അതിന്റെ ഹിന്ദി തർജ്ജിമ താഴെയുള്ള കോളത്തിലും കാണാനാകും. അഞ്ചാമത്തെ ഓപ്ഷനായ ക്യാമറ എന്നത് സെലക്ട് ചെയ്താൽ ക്യാമറയ്ക്ക് മുന്നിലുള്ള ഇംഗ്ലീഷ് വാക്കുള്ള എന്തിന്റെയെങ്കിലും ഒരു ബോർഡിന്റെയോ അല്ല മറ്റെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെയോ ഒക്കെ ഫോട്ടോ എടുത്ത് അതിൽ ആവശ്യമായ ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അത് ഹിന്ദിയിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാകും. ഹിസ്റ്ററി എന്നത് നമ്മൾ മുൻപ് ട്രാൻസ്ലേറ്റ് ചെയ്ത എല്ലാ വിവരങ്ങളും ആവശ്യമെങ്കിൽ ഒരിക്കൽ കൂടി ഒരുമിച്ച് കാണാനാണ്. അപ്പോൾ വീഡിയോ ഉണ്ട് കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട് കാണും. എപ്പോഴെങ്കിലും ഉപകാരപ്രദമാകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിലായിട്ട് ഇടുക. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.